നമസ്കാരം. മല്ലൂസ് മില്ലൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. മലേഷ്യൻ സീരീസിൻ്റെ 14ാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോ സാധാരണയുള്ള എല്ലാ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. കാര്യം നമ്മൾ ഇതിനു മുന്നേ പോയിരിക്കുന്ന എല്ലാം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഒരു ഹോട്ടൽ റിവ്യൂ ആണ് ചെയ്യുന്നത്. മലേഷ്യയിലെ 4 സ്റ്റാർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐബിസ് ഹോട്ടലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. ഈ ഐബിസ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള കോലാലംപൂരിൻ്റെ സിറ്റി സെൻറ്ററിലാണ്. മലേഷ്യയിൽ ഇനി വരുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണത്. നിങ്ങൾ ഇച്ചിരി സമയം ഈ വീഡിയോ കാണാനായിട്ട് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും എന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഈ ഐബിസ് ഹോട്ടലിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്നുള്ളത് ഇത് സ്ഥിതി ചെയ്യുന്ന ഏരിയ തന്നെയാണ്. അതായത് മലേഷ്യയുടെ ക്യാപിറ്റലായിട്ടുള്ള കോലാലംപൂരിൻ്റെ ഹൃദയഭാഗത്ത്, അതായത് സിറ്റി സെൻറ്ററിനകത്ത് സ്ഥിതി ചെയ്യുന്നൊരു ഹോട്ടലാണിത്. ഇവിടുന്ന് പെട്രോണാസ് ടിൻഡോയിൽ പോകണമെന്നുണ്ടെങ്കിൽ വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏർലി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അധികം സമയം ഇവിടെ കളയേണ്ടതായിട്ട് വന്നിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഹോട്ടൽ എൻ്റർ ചെയ്ത ഉടനെ തന്നെ അവിടെ നമുക്ക് വെൽക്കം ജ്യൂസ് കാണാൻ പറ്റും. നമുക്ക് ആവശ്യത്തിന് കുടിക്കാം. ഇനി ഞാൻ പറയുന്നത് രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ ആംബിയൻസ് ആണ്. ആംബിയൻസ് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല, ഇതിനെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ള ആംബിയൻസാണ്. ടോട്ടൽ 32 നിലകളാണുള്ളത്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന റൂം 27ാമത്തെ നിലയിലാണ്. നല്ല സ്പീഡായിരുന്നു ലിഫ്റ്റിന്. നമ്മൾ കണ്ണടച്ച് തുറക്കണ മുന്നേ തന്നെ 27ാമത്തെ നിലയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ആ കാർപ്പറ്റൊക്കെ ഭംഗിയുണ്ടോ? നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഷൂസൊക്കെ കഴിച്ച് നഗ്നപാദത്തിലൂടെ നടക്കാനായിട്ടൊക്കെ ഒരു ഫീൽ വരും. അത്രമാത്രം ക്ലീനായിട്ട് നല്ല മനോഹരമായിട്ടുണ്ട്. നമ്മുടെ റൂം നമ്പർ 2726 ആണ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഉൾവശം എന്നുള്ളത്. ഒന്നും നോക്കിയില്ല, നല്ല ടയേർഡാണ്. ലൂക്കയെ ആദ്യം ബെഡിൽ കൊണ്ട് കിടത്തി നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവച്ചു. നമ്മുടെ ബെഡിട്ടിരിക്കുന്നതിൻ്റെ തലഭാഗത്തായിട്ടുള്ള ചുമരിൽ പഴയകാല മലേഷ്യയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു ടി വിയൊക്കെ ഉണ്ട്. കോംപ്ലിമെൻ്ററി ആയിട്ട് 2 ചെറിയ ബോട്ടിൽ വാട്ടർ, പിന്നെ കോഫി കുടിക്കാനായിട്ട് ഷുഗർ, പിന്നെ തേയില, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടാക്കാനായിട്ട് ഒരു കെറ്റിൽ ഇവിടെയുണ്ട്. നമ്മുടെ മലയാളികൾ ആക്ച്വലി ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം നോക്കുന്നത് വാഷ്റൂമാണ്. നമുക്ക് ഇവിടുത്തെ വാഷ്റൂം നോക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വാഷ്റൂം തന്നെയാണ്. ഷാമ്പൂ, സോപ്പ്, ടവൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ കയറുന്ന തൊട്ട് മുന്നേ എയർ ഫ്രഷ്നർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല മണമുണ്ട്. വലിയൊരു മിററും ഉണ്ട്. ഇനിയാണ് ഈ ഹോട്ടലിൻ്റെ 3ാമത്തെ പ്രത്യേകത എന്നുള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ റൂമിൻ്റെ കർട്ടനൊന്ന് മാറ്റിയപ്പോൾ കാണുന്ന പുറത്തുള്ള കാഴ്ചയാണിത്. വ്യൂ നോക്കിയ ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ. എന്തായാലും കൊടുത്ത പൈസ പകുതി ഇപ്പം തന്നെ മുതലായിട്ടുണ്ട്. സിറ്റിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹോട്ടലായതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഹോട്ടലിൽ ഏത് റൂം എടുത്തു കഴിഞ്ഞാലും ഇതുപോലത്തെ അമേസിങ് ആയിട്ടുള്ള വ്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. 32 നിലകളുള്ള ഈ ഹോട്ടലിൻ്റെ 31ാമത്തെ നിലയിനെ സ്കൈ ടെറസ് എന്നാണ് പറയുന്നത്. ഈ 31ാമത്തെ നിലയിലാണ് ട്വിൻ ടവർ വ്യൂ ബാറുള്ളത്. നമുക്ക് ആൽക്കഹോൾ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ ബാറിൽ വരാം. ഇവിടെ നിന്ന് നമുക്ക് ട്വിൻ ടവറിന് നല്ല കിടിലം വ്യൂ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ദ ഏഷ്യ സ്പാ എന്ന പേരിൽ ഒരു സ്പായും ഈ ഫ്ലോറിൽ തന്നെയാണുള്ളത്. ജിമ്മും ഈ ഫ്ലോറിൽ തന്നെയാണുള്ളത്. 4ാമത്തേതും ഈ ഹോട്ടലിൽ ഞാൻ ചൂസ് ചെയ്യാൻ കാരണമായിട്ടുള്ള റൂഫ് ടോപ്പ് ഇൻഫിനിറ്റി പൂളും ഈ 31ാമത്തെ നിലയിലാണുള്ളത്. സ്വർഗം മാമാ, സ്വർഗം. ഈ ഒരു വ്യൂ കണ്ടു നോക്കുക. ഇപ്പം തന്നെ നമ്മുടെ കൊടുത്ത കാശ് മൊത്തം മുതലായിട്ടുണ്ട്. ഈ റൂഫ് ടോപ്പ് ഇൻഫിനിറ്റി പൂള് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഈ ഹോട്ടലിൻ്റെ പ്രധാന ആകർഷണം എന്നുള്ളത് ഈ പൂള് തന്നെയാണ്. ഇവിടെ നിന്നൊരു വൈബുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ വന്ന് അനുഭവിച്ചറിഞ്ഞാൽ മാത്രം മതി. അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ടുള്ള ഒരു സെറ്റപ്പ് എനിക്കില്ല, അതാണ് വാസ്തവം. ശരിക്കും ഞങ്ങളുടെ ഗൈഡ് ആദ്യം ഞങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്ത ഹോട്ടൽ എന്നുള്ളത് വേറൊരു 3 സ്റ്റാർ ഹോട്ടലായിരുന്നു. ഇവിടെ ഇതിന് മുന്നേ താമസിച്ച ആൾക്കാർ ഇൻസ്റ്റയിലിട്ടിരിക്കുന്ന ഫോട്ടോ എനിക്ക് കാണാനിടയായി. അത് കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഇവിടെ വരാനായിട്ടൊരു ഫീൽ വന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഐബിസ് ഹോട്ടലിലോട്ട് വന്നെത്തിച്ചേർന്നത്. ഇതൊരു 4 സ്റ്റാർ ഹോട്ടലായതുകൊണ്ട് നമ്മൾ കുറച്ച് ക്യാഷ് അഡീഷണലായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും എനിക്കതിൽ യാതൊരു റിഗ്രറ്റും ഇല്ല.
അത്രമാത്രം നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാലും ഫ്രണ്ട്സുമായിട്ട് വന്നു കഴിഞ്ഞാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഹോട്ടലാണിത്. മുങ്ങി കുളിക്കാൻ മടിയുള്ളവർക്ക് നിന്നും കുളിക്കാം. നല്ല 2 ഷവറും ഉണ്ട്. ഇച്ചിരി നന്നായി വൈകിട്ടാണ് നമ്മൾ ഈ പൂളിലോട്ട് വന്നിരിക്കുന്നത്. അതാണ് ഭയങ്കര തിരക്കൊന്നും കാണാൻ പറ്റാത്തത്. കാര്യം നേരത്തെ ജസ്റ്റ് ചുമ്മാ നോക്കിയപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു, ഒത്തിരി ലേഡീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു പ്രൈവസി വേണമായിരുന്നു. അതാണ് നമ്മൾ ലേറ്റായിട്ട് വന്നത്. ഐബിസ് ഹോട്ടൽ തന്നെ വരണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഏത് ഹോട്ടലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ റൂഫ് ടോപ്പ് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂൾ ഉള്ളത് ചൂസ് ചെയ്യുക. ഈ ഒരു എക്സ്പീരിയൻസ് മിസ് ചെയ്യേണ്ട എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പാവൻ്റെ വൈഫും ലൂക്കയും കുറേ നേരമായിട്ട് പിന്നെ പോസ്റ്റ് അടിച്ച് ഇവിടെ ഇരിക്കുകയാണ്. നമുക്ക് ഈ മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ നേരെ പോകുന്ന തായ്ലാൻഡിലോട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലൂക്ക ഇറക്കാത്തത്. ലൂക്ക വെള്ളത്തിൽ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ പനിയോ ചുമയോ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. ഇനിയാണ് നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. മറ്റെവിടെയും അല്ലാതെ ഈ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻ്റാണ്. ക്യാമ്പങ് കിച്ചൺ റെസ്റ്റോറൻ്റ് എന്നാണ് ഈ റെസ്റ്റോറൻ്റിൻ്റെ പേര്. ഇത് ആക്ച്വലി 10th ഫ്ലോറിലാണ്. ഇവിടെ റൂം എടുക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ്. ലഞ്ചും ഡിന്നറും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ല നമ്മൾ റൂമിലുണ്ടെന്നുണ്ടെങ്കിൽ റൂമിൽ മെനു കാർഡുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫുഡ് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഓർഡർ ചെയ്ത് വരുത്തിക്കാവുന്നേ ഉള്ളൂ. ബുഫയാണ്, അൺലിമിറ്റഡ് നമുക്ക് ഫുഡ് കഴിക്കാം. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ല. ആക്ച്വലി നമ്മളിതിനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്നുള്ളതാണ് കാര്യം. നമുക്കൊരു പ്ലേറ്റ് ഉണ്ട്, പ്ലേറ്റിന് എന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്നുള്ള കാര്യം പോലും കൺഫ്യൂഷനാണ്. നമുക്ക് എന്തൊക്കെ സെലക്ട് ചെയ്യണമെന്നുള്ളത് നോക്കിയിരിക്കുമ്പോഴത്തേക്ക് കുറേ സമയം പോകും. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബോയിൽഡ് സോസേജാണ്. ഇതാണെന്നുണ്ടെങ്കിൽ മസാല ഇട്ട ബോയിൽഡ് സോസേജ്, പിന്നെ നമ്മുടെ സ്വന്തം ചിക്കൻ കറി, വൈറ്റ് റൈസ്, ഫ്രൈഡ് റൈസ്, ഇനി എൻ്റെ ഫേവറേറ്റുള്ള സാലഡ്സ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള ബൺസ് പിന്നെ ബ്രെഡ്സൊക്കെയാണ്. സ്വീറ്റ് ബ്രെഡും ഉണ്ട്, നോർമൽ ബ്രെഡും ഉണ്ട്. ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ ലിസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നാളെ തീരില്ല, അത്രമാത്രമുണ്ട്. എനിവേ ഇവിടെ എല്ലാം ഉണ്ട്. അതായത് ഡിസേർട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ നമ്മുടെ നോൺ വെജ് ഫുഡ്സ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഫുഡുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡ് നമുക്കുണ്ട്. പിന്നെ എസ്പെഷ്യലി നമ്മളെപ്പോലെയുള്ള കേരളത്തിലെ ആൾക്കാർക്ക് പറ്റുന്നത് ഇവിടെ ഇടിയപ്പം ഉണ്ട്, പിന്നെ റൈസസ് ഉണ്ട്, പിന്നെ ചിക്കൻ കറി ആണെങ്കിൽ ശരിക്കും നമ്മുടെ കേരള സ്റ്റൈല് കറി തന്നെയാണ്. എന്തായാലും ഐബിസ് ഹോട്ടലിൻ്റെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് ശരിക്കും ജെന്യൂനായിട്ടുള്ള റിവ്യൂ ആണ്. അടുത്ത എപ്പിസോഡ് മുതൽ നമ്മുടെ തായ്ലൻഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.